മനോരമയിൽ നിന്ന് തുടങ്ങാം. സംശയം സ്ട്രോങ് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ കോഴിക്കോട് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിന് സമീപം ഉദ്യോഗസ്ഥരെത്തി. ആ സ്ട്രോങ് റൂമിനപ്പുറത്തെ മെറ്റീരിയൽ സൂക്ഷിക്കുന്ന റൂം തുറന്നതിനെക്കുറിച്ചാണ് വാർത്ത. സംശയം സ്ട്രോങ് എന്നാണ് ഒന്നാമത്തെ വാർത്തയായി മനോരമ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇന്നലെ തന്നെ ആ വാർത്തയുടെ ആരോപണം ചീറ്റിപ്പോയത് നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് തുറന്നത് സ്ട്രോങ് റൂമല്ല, സ്ട്രോങ് റൂമിനപ്പുറത്തെ സീല് വെക്കാത്ത മെറ്റീരിയൽ സാമഗ്രികൾ സൂക്ഷിക്കുന്ന റൂം. അവിടെ നിന്ന് ഇലക്ഷൻ രേഖകൾ എടുത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി തുറന്നതാണെന്നും ഇത് സ്ഥാനാർത്ഥികളെയും സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരെയും മുൻകൂട്ടി അറിയിച്ചെന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ തന്നെയാണ്. അതിനുശേഷം UDF നേതൃത്വം ഇടപെടുകയും കോൺഗ്രസ് നേതൃത്വം ഇടപെടുകയും പിന്നീട് അവരവരുടെ സ്റ്റാൻഡിൽ നേരിയ മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടു. ഏതായാലും മനോരമയ്ക്ക് ഇപ്പോഴും സംശയം സ്ട്രോങ് ആണ്. കണ്ടെത്തിയത് കാവൽ നിന്ന UDF പ്രവർത്തകരാണെന്ന് പറയുന്നു. സ്ട്രോങ് റൂം തുറന്ന മട്ടിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വോട്ടർമാരുടെ വിവരം രേഖപ്പെടുത്തിയ ഫോം എടുക്കാനെന്ന് ഉദ്യോഗസ്ഥർ. അതിലൊരു ഉറപ്പ് ഏതായാലും മനോരമയ്ക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകിയിരിക്കുന്നു. ചോദ്യങ്ങൾ ബാക്കിയാണ്. ഒപ്പം ഇൻസെറ്റിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണമടക്കം ഒന്നാമത്തെ വാർത്തയായി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ഇന്നലെ തന്നെ ചീറ്റിപ്പോയൊരു വാർത്തയാണ് മലയാള മനോരമ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തള്ള് മാത്രം എന്നാണ്. മെഡിസെപ്പ് ചൂഷണം രൂക്ഷം, സർക്കാർ നോക്കുകുത്തി. ഇന്നലെ മുതൽ മനോരമ തുടങ്ങി വച്ചിരിക്കുന്ന ഒരു ക്യാമ്പയിനാണിത്. മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് കാര്യമായ ഇൻഷുറൻസ് പരിരക്ഷ സാധാരണ ജനങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് കിട്ടുന്നില്ല എന്ന ക്യാമ്പയിൻ രണ്ടാമത്തെ ദിവസവും വളരെ ശക്തമായി വലിയ തലക്കെട്ടോടു കൂടി നൽകിയിരിക്കുന്നു. ഇതുവരെ തള്ളിയത് 1.25 ലക്ഷത്തോളം പേരുടെ ക്ലെയിമുകൾ. സോഫ്റ്റ്വെയർ തകരാറിലെന്ന് പറഞ്ഞ് മുൻകൂർ പണം വാങ്ങുന്നു. ഇത് ഡിസ്ചാർജ് ആവുന്ന സമയത്തും കിട്ടുന്നില്ല. പക്ഷാഘാതം വന്നയാളോട് പോലും കിടത്തി ചികിത്സ എന്തിനെന്ന് ചോദിച്ചു എന്ന് മനോരമ ആരോപിക്കുന്നു. ശരിയെങ്കിൽ വളരെ ഗൗരവപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. തുടർച്ചയായ രണ്ടാം ദിവസവും വലിയ ഇൻറ്റൻസിറ്റിയിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനോരമ.